അപ്പോഴേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ ഒരു മാവ് നട്ടിട്ട് ഇവളങ്ങ് ചെറുതായിട്ടങ്ങ് നിൽക്കുമായിരുന്നു, വളരുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ എന്തോ ചെയ്തു, അന്നേരം അതിൻ്റെ ചുവട്ടിൽ ഒരു 2 മൂട് ചീര കൂടെ ഞാനങ്ങോട്ട് നട്ടു കൊടുത്തു. കാരണം ഒരു ചെടി വെക്കുന്ന തന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചെടി വളർന്നു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് കുശുമ്പാന്ന് പറയും. അപ്പോൾ അവരന്നേരം പെട്ടെന്ന് ചാടിക്കറി അങ്ങ് വളരാൻ നോക്കും. അതിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അതുകൊണ്ട് അതിന് ഒരു പൂവൊക്കെ പൂ വെച്ച് വരുന്നുണ്ട്. അപ്പം ഇതും തളിരിടാൻ പോകുന്നുണ്ട്. തളിരിട്ട് കണ്ട് ഇങ്ങനെ വരിക. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇന്നലെ നല്ലൊരു മഴ പെയ്തതുകൊണ്ട് ഞാൻ ഇവർക്ക് ഇച്ചിരി വളം കൊടുക്കാൻ പോവാം. വളമൊക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റാക്കി വെക്കാം. ഇനി ഞാൻ ഒന്ന് തടവെടുക്കട്ടെ. സ്ഥലക്കുറവായതുകൊണ്ട് നമുക്ക് ചെറിയ എന്തോന്നുകൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അന്നേരം ഒരു പാവലും ഒക്കെ കിളിച്ച് കയറി വരുന്നുണ്ട്. വേണ്ട, അവരെയും ഞാൻ കളയുന്നില്ല, അവർ നിൽക്കട്ടെ. ആരെയും കളയുന്നില്ല, എല്ലാവരും വളരട്ടെ അല്ലേ. വളമൊക്കെ കൊത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മളിച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ മഴക്കാലം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഉഷാറായിട്ട് ഇവർ കയറി വരും. നല്ല തട. ഇതൊക്കെ നമ്മൾ കൈ കൊണ്ടൊന്ന് തൊടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതിനൊക്കെ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ അവർക്ക്, പക്ഷെ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെയാണ് എൻ്റെ സങ്കല്പം. അപ്പോൾ അടയ്ക്കൊരു വെണ്ടയൊക്കെ നിൽപ്പുണ്ട്, ഇച്ചിരി വളം കൊടുക്കാം. നേരത്തെ നമ്മൾ വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ടതായതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു ഇച്ചിരി എന്താ ചാണകപ്പൊടി ഒക്കെ മതി. ഇച്ചിരി എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഒന്ന് വിതറി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അന്നേരം അവരെല്ലാം നല്ല ബുഷായിട്ട് കയറി അങ്ങ് വന്നോളും. ജൈവവളമല്ലേ. ഇട്ട് നമ്മൾ എന്തോ ഈ വളത്തെ അങ്ങോട്ട് നമ്മൾ മൂടിയിട്ട് കൊടുക്കണം. എങ്കിൽ ഉറുമ്പെടുത്തോണ്ട് പോകും. അപ്പോൾ ഉറുമ്പെടുത്തോണ്ട് പോകാതിരിക്കാൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു തടം നമ്മൾ അങ്ങ് ഉണ്ടാക്കിയെടുക്കണം. ഇതാ എൻ്റെ ഇതാ എല്ലാത്തിനും. കാരണം വലിയ കൂത്താലി പിടിക്കുന്നത് ഇപ്പോൾ ഇതാ നല്ലതെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിക്കാതെ കണ്ട. ഇനിയിപ്പോൾ നമുക്ക് മഴക്കാലം വന്നാലും പേടിക്കണ്ട. കാരണം ഇതിനകത്ത് വെള്ളം കുറച്ച് അത്യാവശ്യമുള്ള വെള്ളം മാത്രമേ ഇതിനകത്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊക്കെ ചെയ്ത് നോക്ക്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ. ആ ബെൽ ബട്ടനും ഒക്കെ ഒന്ന് അമർത്തിയേക്കണേ. ശരി, വീണ്ടും കാണാം.